അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ സഹോദരന്മാരെ, എല്ലാ ചങ്ങായിമാരും നിങ്ങൾ വന്നു ഈ വായിസ് ലാസ്റ്റ് വരെ നിങ്ങൾ എല്ലാവരും കാതു കൊടുക്കണം. ഇവിടെ കിന്യ മൂസാൻ ചെന്നവൻ്റെ വായിസ് സലഫി സാധാരണക്കാർ എൻ്റെ ഗ്രൂപ്പിൽ PM വന്നിട്ട് കുറേ ഇട്ടുകൊണ്ട് എല്ലാവരും ഞാൻ അവൻ്റെ വായിസ് ഞാൻ എന്തു കാതു കൊടുക്കലില്ല. എന്തായാലും എടുത്ത് കണ്ടെങ്കിൽ അവൻ്റെ പ്രതി വായിസിൽ എല്ലാവർക്കും അറിയും. വേണ്ടാത്ത വൃത്തിക്കെട്ടത് അവൻ്റെ നാവിൽ വരുന്നത്, പറയുന്നത്, ബാപ്പക്കുമ്മക്ക് പറയുന്നത്, അതേപോലെ തന്നെ അവൻ്റെ ആൾക്കാരനെ അവനിൽ അവൻ്റെ സംസ്കാരത്തിനെ സംബന്ധിച്ച് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ആ വിഷയത്തിൽ കിടക്കുന്നില്ല. ഞാനിപ്പോൾ അവൻ്റെ ചില ഭാഗമൊന്നും ഞാൻ എനിക്ക് കേൾപ്പിക്കുന്ന എല്ലാവരും കാതു കൊടുക്കും. ನಂದೆ ಈ ಮೊಯ್ಲಾರು ಇಪ್ಪ ಮುಡಿಪುಗು ಬಿಲ್ಸೊಂಡು ಇಲ್ಲ ನೀಗ ഒരു പൈസ തരണ്ട നിനക്ക് വേണമെന്ന പൈസ തരണ്ട നിന്നെ മാത്രമല്ല മൂസ, നിന്നെ മാത്രമല്ല ചെലവുക്ക് ഞാൻ കൈമടക്ക നിന്നെ മാത്രമല്ല വിളിക്കുന്നത്. സർവ്വ ഇബ്ലീസ് അടക്കമുള്ള മൗലവന്മാർക്ക് ഞങ്ങൾ അവിടെ മറ്റേ മുഖാമുഖം വെച്ചിന് നിങ്ങൾക്ക് ഏതെല്ലാം സീക്ക് പിടിച്ചിന് അതിനെല്ലാം തീർക്കാൻ വേണമായിട്ടാ. സംശയത്തിന് നിങ്ങൾ കേൾക്കണു, മറുപടി മാന്യമായിട്ട് ഉസ്താദന്മാർ നല്ല നിലക്ക് തരുന്നാരി, മാന്യമായിട്ട് തരുന്നാരി. ഗൊന്തല്ലേ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ. രാവിലെ നക്കൊരു കണ്ടീഷൻ ನಾನು നിങ്ങളെ മുഖാമുഖത്തേക്ക് വേണ്ട ഒരു ചോദ്യം കേൾക്കണേ അത് ഒക്കെ മറുപടി തണ്ടോ അല്ലെങ്കിൽ അത് നിനക്ക് ഈ മുഖാമുഖം എന്തും ചെല്ലിട്ടത് അതും നിനക്ക് മനസ്സിലായിട്ടില്ല മൂസാക്കിന്റെയൊക്കെ. മുഖാമുഖം ചെല്ലിയിട്ട് കണ്ടെങ്കിൽ ചോദ്യം കേൾക്കണു, അവിടുന്ന് ഉത്തരം തരണു, അതാ മുഖാമുഖം ചെല്ലുന്നത്. അതുപോലും അറിയാത്ത ആളെ നീ ഇത് ബടുക്കൂസു. ആ ചോദ്യം നിനക്ക് തൃപ്തി ആയില്ല. അല്ല, നിനക്ക് തൃപ്തി ആവണം ചേട്ട് അല്ലല്ലോ അവിടെ വെച്ചിനെ മുഖാമുഖ. അവിടെ സത്യത്തിന് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണമായിട്ട് മുടിപ്പുലി മുഖാമുഖം വെച്ചിന്. അത് നിനക്ക് ഓർത്തിന് തൃപ്തി ആവാനേ ഇല്ല വേറെ ഒരു മൂലക്ക് തൃപ്തി ആവാനേ ആയിട്ടൊന്നും അല്ല അത് വെച്ചത്. മനസ്സിലായല്ലേ? നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളില് ഇബ്ലീസ് വന്നിട്ട് എന്ത് ചൊല്ലിയത്? ആ ചന്ദ്രത്തിന് പിളർപ്പാക്ക് മുത്തുനബി തങ്ങൾ പിളർപ്പാക്കി കൊടുത്തു. അവന് എന്താ ഇബ്ലീസിന് തൃപ്തി ആയിട്ടില്ല. അങ്ങനത്തെ തൃപ്തിയല്ല നിനക്ക് വേണ്ട മൂസ. ചോദ്യം ಅದಕ್ಕೆ മറുപടി തന്നു. അതുക്കും നക്ക് തൃപ്തി ആയില്ല. മൂന്നാമത്തെ മറുപടി കണ്ടല്ലേ? ഓനി അതിലേക്കും തൃപ്തി ആയില്ല കണ്ടെങ്കിൽ പിന്നെയും അവൻ കേൾക്കുന്നല്ല. ഏതുപോലെ ഇബ്ലീസ് ചന്ദ്രത്തിനെ പിളർപ്പാക്കിയ സമയത്തിൽ മുത്തുനബി തങ്ങളിൽ പിന്നെയും കേട്ടില്ലേ? നിന്റെ ജാതും ചെല്ലില്ലേ? അതേപോലെ തന്നെ ചെല്ലി മറുപടി തന്നു. ആറ് ജണ്ടാളും തട്ട് അലവിയും തട്ട് അല്ല, അത് ആര് തറണും ചെല്ലിട്ട് അവർ ഗൊന്തുണ്ടു. അത് നീ ടെൻഷൻ ആക്കണ്ട. നിനക്ക് ധൈര്യമില്ല. നീ ഒരാണായിട്ടുണ്ട് പോയിട്ട് കണ്ടെങ്കിൽ മറ്റൊന്ന് നടക്കുന്ന പ്രോഗ്രാമിന്റെ മുന്നിൽ ഇരുന്നിട്ട് വന്നിട്ട് നിനക്ക് സംശയമുള്ളത്ര നീ കേക്ക്. പ്രമാണത്തിൽ അതിന് ഉസ്താദ്മാർ പറഞ്ഞു തരുവാര്. തന്നിട്ട് കണ്ടെങ്കിൽ നിന്റെ ഈ മുജാഹിദ് മതത്തിനെ വിട്ടിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിട്ട് നീ ഇസ്ലാമിലേക്ക് നിന്റെ തബൂക്ക് ദാരിമിയും നിന്റെ ഉമ്മയും ബാപ്പയും നിന്റെ ഇളയമാറും പോയ റൂട്ടിലേക്ക് നീ തിരിച്ചിട്ട് വരുന്നേ മൂസ കിന്നിയ ചെല്ലി. കണ്ടീഷൻ ഉണ്ട്. ബറവസ് തന്നെ നിനക്ക് മാത്രമല്ല, നിന്റെ ഏത് തലത്തട്ടപ്പ മൗലവന്മാർക്കും അവിടെ ചാൻസ് ഉണ്ട് ചോദ്യം കേൾക്കുവാന്. ഇത് നിനക്ക് വേണമായിട്ട് ഞങ്ങൾ ആക്കുന്ന പ്രോഗ്രാം സുന്നിമാർക്ക് ആക്കുന്നതല്ല മുഖാമുഖ. മനസ്സിലായല്ലേ? ഈ ക്ലിപ്പ് കണ്ട പെടക്കൽ കണ്ട മുടിപ്പൂലി പോസ്റ്റർ വന്നിനെത്ര മുഖാമുഖുണ്ട് ചെല്ലിട്ട് മുഖാമുഖം നടന്നിട്ടില്ല. ആ പോസ്റ്റർ കാണലോട് കൂടി മുജാഹിദിന്റെ മൗലന്മാരെ എല്ലാ കുരുപൊട്ടി മാത്രമല്ല നരമ്പ് ചുരുങ്ങിയത് മാത്രമല്ല സ്വന്തം ഇതേ മൂസനെ സംബന്ധിച്ചിട്ട് വേറെ ഒരു മൗലവി ചെന്നത് കാതുകൊടുക്കി ബാങ്ക് കൊണ്ടിട്ട് കങ്കനാട്ടിൽ എഡ്മെന്റ് ആക്കി മൂസനെ കാതുകൊടുക്കിതാ. നിങ്ങളെ സലാഫി മുജാഹിദിനെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ, ഒന്നൊന്നര കൊണ്ടുപോയിട്ട് അവിടെ കങ്കനാട്ടിൽ എഡ്മെന്റ് ആക്കും. കണ്ട ചങ്ങായിമാരെ കണ്ടാരല്ലേ? മൂസ പെടക്കൾ എന്റെ കാലി ഒരു പോസ്റ്റർ കണ്ടിട്ട് അപ്പൊ വേറെ ഒരു മുജാഹിദിന്റെ മൗലവി ചെന്നത് ഈ മൂസനെ പോലെ എല്ലാരും കൊണ്ടിട്ട് കങ്കനള്ളി എഡ്മെന്റ് ആക്കണം. ഇല്ലാണ്ട് കണ്ടെങ്കിൽ അവിടെ മുഖാമുഖാമക്ക് എല്ലാ മുജാഹിദിന്റെ മൗലവന്മാർ ഹാർട്ട് അറ്റാക്കാ വരും. ഒന്നും കൂടി കാതു കൊടുക്കിതാ. നിങ്ങളെ സലാഫി മുജാഹിദിനെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ, ഒന്നൊന്നര കൊണ്ടുപോയിട്ട് അവിടെ കങ്കനാട്ടിൽ അഡ്മിറ്റ് ആക്കും. എന്തി ഗൊന്തുള്ള കണ്ടാരല്ലേ ചങ്ങായിമാരെ? ഇതാണ് മൂസന്റേത്. ഇനി ബാക്കി ചെല്ലി മൂസ മലയാളത്തിൽ പറയാം കേട്ടാ. ഞാന് നിങ്ങളെ എന്റെ കണ്ടീഷൻ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളെ മുഖാമുഖത്തിലേക്ക് ഞാൻ വരും. 1000 കുതിരശക്തിയില് മുഖാമുഖം ചെല്ലിയിട്ട് കണ്ടെങ്കിൽ ഒരാൾ ക്വസ്റ്റ്യൻ കേൾക്കുന്നത് അവിടുന്ന് ഉത്തരം തന്നത്. ഇതേ കണ്ടീഷൻ അവിടെ ഉള്ളത്. നീ ഇനി വിചാരിച്ചില്ല മുഖാമുഖം ചെല്ലിയിട്ട് കണ്ടെങ്കിൽ മൂസ കിന്നിയ നീ വരുന്നേ ആ സ്റ്റേജിന്റെ മുന്നിൽ വന്നിട്ട് ഇരുന്നിട്ട് നീ 2 ക്വസ്റ്റ്യൻ കേൾക്കുന്നത്ര ആണത്ര നീ കാണിക്കുന്നേ. പണ്ട് തസ്ലീം വന്നിട്ട് കൂടി തോന്നുന്നുണ്ട് നിനക്ക്.
തസ്ലീം വന്നിട്ട് കുടുങ്ങിയത് കൊത്തുണ്ടാ? എന്നിട്ട് നിങ്ങളടുത്ത് ആദ്യം ഒരു ചോദ്യം ചോദിക്കൂ. എന്റെ ചോദ്യം ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും. അത് മാത്രല്ല, നിങ്ങളെ ഏത് വേണം നീ കേക്ക്, അതിലൊക്കെ ഉസ്താദ്മാർ നല്ല മറുപടി തരുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. ആ അളവി സഖാഫിയും തോക്കെ ഉസ്താദിന്റെയും പേര് കേൾക്കുമ്പോ നീ പേടിക്കുന്ന എന്താ പേടിയൊന്നും തോന്നാ? മൂസ കിന്നിയ, നീ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന നിന്റെ ബാലുശ്ശേരി പച്ച മുഷിരിക്കായിട്ട് പോയോ? അത് നിനക്ക് വല്ലാത്തൊരു ബേജാറുണ്ടു. ഇന്ന് മൂസ കിന്നിയ നീ നഷ്ടം സംഭവിച്ചുകൊണ്ടു നിനക്ക്. എന്ത് നിന്റെ മൗലന്മാർ കാഫിർ മുഷിരിക്കായിട്ട് പോയോണ്ടുള്ളായിരിക്കും. അത് കൊടു. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവർ, എനിക്ക് 2 ഞെട്ടലുകൾ ഉണ്ടായി. എന്റെ ഫോണിൽ കിടക്കണ്ട ആ വോയിസ്. ഞാൻ പലതവണ സലാം പറഞ്ഞിട്ട് ഈ കേന്നന്മാരെ സലാം അടക്കണില്ല. സലാം അടക്കാതിരുന്നപ്പോ അവൻ എനിക്കൊരു വോയിസ് അയച്ചു. ആ വോയിസ് എന്താ പറയുന്നത്? ഞാൻ അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്, അതുകൊണ്ടാണ് സലാം അടക്കാത്തത്. കേന്നന്മാരനാ. കേട്ടല്ലേ? കേട്ട മൂസ? ആ സ്റ്റേജിക്ക് മുശ്രിക്കായ ബാലുശ്ശേരിനെ നീ കൂട്ടിക്കൊണ്ട് വരുന്നേ. മുടിപ്പുള്ള സ്റ്റേജിക്ക് നീ കണ്ടീഷനിൽ ഒരു ചോദ്യം കേൾക്കുമ്പോക്ക് നിന്റെ തലതട്ടപ്പനായ ബാലുശ്ശേരി മുശ്രിക്കായ ഈ മുശ്രിക്കിനെയും കൂട്ടിക്കൊണ്ട് നീ വരുന്നേ. ചെലവല്ല ഞാൻ എത്തിക്കുന്ന മൂസക്കിന്നേക്ക് വരുന്ന ഓട്ടോറിക്ഷന്റെ ചാർജ് എന്ത് വേണം ഞങ്ങൾ എത്തിക്കുന്നു. നീ വരുന്നേ? വരുന്നില്ല മൂസ? വരുന്നേ? ചെല്ലി. പിന്നെ ബാക്കി ചെല്ലി. 2 മുസ്ലിയാക്കന്മാർക്ക് മലയാളം അറിയാലോ. അപ്പൊ ചോദ്യം എന്റേത് ഇതാ, മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഹാസ സഹായം തേടാൻ ഇസ്ലാമിന്റെ അല്ല, അത് നീ ഊടെ അപ്പൊ അവിടെ കേട്ടെങ്കിലാന്നില്ലേ? നിനക്ക് ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ഗുട്ടൂലി വെക്കുന്നു, അവിടെ വന്നിട്ട് കേൾക്കുന്നു. അതിന് ഊടേന്റെ അടുത്ത് ഇപ്പല്ലേ ചോദ്യം കേൾക്കുന്നത്? നീ അത് പേടിയെന്ത് നിനക്ക്? ഇപ്പല്ലേ നീ പിടക്കുന്നിട്ട് കണ്ട നീ അവിടെ വന്നിട്ട് എത്തും ഉണ്ടാ? അല്ല മൂസ കിന്നിയ, ചോദ്യം കേൾക്കുന്നത് സ്റ്റേജിലല്ലേ, നീ ഊടെ വന്നിട്ട് കേൾക്കുന്നത്. അത് ഗുട്ടുമായിട്ട് നീ വെക്കുന്ന ശുദ്ധിയില്ലാതെ വരുന്ന ഈ ചോദ്യത്തിനെ കേൾക്കുന്നു. അപ്പൊ നീ എത്രത്തോളം നിനക്ക് തരിപ്പ് പിടിച്ചിന് ചെല്ലിട്ട് ഞങ്ങൾക്ക് മനസ്സിലായുണ്ടു. നിനക്ക് എത്രത്തോളം തരിപ്പ് പിടിച്ചിന്, നിന്റെ നരമ്പ് എത്രത്തോളം ചുരുങ്ങിന്, നിന്റെ എത്ര കുരുപൊട്ടിനും ചെല്ലിട്ട് മൂസ, അത് ഞങ്ങൾക്ക് കൂടെ മനസ്സിലായുണ്ടു. ഒരു ചോദ്യം കേൾക്കുന്ന ആൾക്കാർ അങ്ങനെയാ. ചോദ്യം കേൾക്കുന്നിട്ട് കണക്ക് ശുദ്ധി ഇല്ലാതെ പ്രോഗ്രാമിലേക്ക് വരുന്ന സൈഡിൽ ഇരുന്നിട്ട് ഇതാ ഇന്ന ചോദ്യം കേൾക്കുന്നത്. നീ എന്നെ ഇപ്പൊ വന്നിട്ട് ചോദ്യം കേൾക്കുന്നത് എന്താ പേടിയാന്നാ? അല്ല, നിന്റെ ചോദ്യം കേട്ടിട്ട് മാത്രം ഉസ്താദ്മാർ അതിന് പഠിച്ചിട്ട് അവിടെ വരുന്നതാ? എന്തോ ഒരു പൊട്ട മൂസ, നീ എന്തിനായിപ്പോയ മൂസ? നോക്കൂ, നിന്നെ പറ്റിട്ട് നിന്റെ ഒരു ഭക്തൻ ചെന്ന കാതുകൊടും നിന്നെ എഡ്മണ്ടാക്കണം കാക്കനാട്ടിൽ കൊണ്ടുപോയിട്ട് കാതുകൊടും. നിങ്ങളെ സലാഫി മുജാഹിദിനെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ, ഒന്നൊന്നര കൊണ്ടുപോയിട്ട് അവിടെ കങ്കനാട്ടിൽ അഡ്മിറ്റ് ആക്കും. ഇനിയിപ്പോ ഉണ്ടല്ലേ സലഫി മൗലന്മാരെ കൊണ്ടിട്ട് കങ്കനാട്ടിൽ അഡ്മിറ്റ് ആക്കി. അത് എന്ത് കാരണം തോന്നി? മൗലവി ചെല്ലാനുള്ളത് മുടിപ്പുലി ഒരു പോസ്റ്റർ കണ്ടിനത്തരെ മൂസ ഹാർട്ട് അറ്റാക്ക് ആയിട്ടുള്ളൂ. സർവ്വ മുജാഹിദിന്റെ മൗലന്മാരുണ്ടല്ലേ തരിപ്പനമായിട്ടുള്ള ചങ്ങായിമാരെ. ബാക്കി കാത് പഠിക്കും. വല്ല തെളിവും ഖുർആനിലും ഹദീസിലുണ്ടോ മരിച്ച മയ്യത്തിന് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റുമോ? അത് മരിച്ച മയ്യത്തിന് അങ്ങനെ കേൾപ്പിക്കുന്നത്. ജീവിച്ചിട്ടുള്ള നിനക്ക് കേൾപ്പിക്കും ഞങ്ങൾക്ക് പറ്റുക? ഇല്ല, എനക്ക് കേൾപ്പിക്കുവാൻ നിനക്ക് പറ്റുക? മരിച്ച മയ്യത്ത് എന്തൊരു പൊട്ടാ! മരിച്ച മയ്യത്തിന് ഞങ്ങൾക്ക് കേൾപ്പിക്കുവാനാണ്. ജീവിച്ചിട്ടുള്ള നിനക്ക് എനക്ക് കേൾപ്പിക്കാൻ സാധ്യമുണ്ടാ? ജീവിച്ചിട്ടുള്ള എന്നെ നിനക്ക് കേൾപ്പിക്കാൻ സാധ്യമുണ്ടാ? മരിക്കുന്നത് വിട്. ഇതെല്ലാം നീ ഈ ബക്വാസല്ല സൈഡിൽ വേറെ മൂസ. അതെന്തു വേണ്ട. പണ്ട് നിന്റെ വാദം ഉണ്ടാ ഏകണമെന്നുണ്ടാ? മയ്യത്തല്ലി തേടിയാരിങ് മയ്യത്തല്ലി തേടിയാൻ. അങ്ങനെ മയ്യത്തല്ലി തേടണമെങ്കിൽ നിന്റെ തബൂക്ക് താരം ഇളയാനല്ലേ? നിന്റെ ഉമ്മാന്റെ മയ്യത്തിന്റെ പുറത്ത് തേടണ്ടേ? തേടുന്ന ഇല്ല. എന്തുകൊണ്ട്? അപ്പൊ അത് മയ്യത്തല്ലേ? നിന്റെ ഉമ്മന്റെ മയ്യത്തല്ലടാ. അപ്പൊ ഇങ്ങനത്തെ ചില പൊട്ടത്തരത്തിലേക്ക് വേനായിട്ട് നീ വായിച്ചിട്ടെന്നെ കൊണ്ടിട്ട് എന്റെ PM ഇട്ടിട്ട് ചൊരിച്ചെടുക്കൊണ്ട് ഈ വായിച്ച് വിട്ടത്. ഓക്കെ, നീ ഇൻഷാ അല്ലാ മറ്റു നടക്കുന്ന പ്രോഗ്രാമിലേക്ക് നീ വന്നിട്ട് മാന്യമായിട്ട് ചോദ്യം കേൾക്ക്, നല്ല ഉത്തരം കിട്ടും. അത് അംഗീകരിച്ചിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിട്ട് യഹൂദി മുജാഹിദ് മതത്തിനെ വിട്ടിട്ട് പരിശുദ്ധമായ സുന്ദരമായ തൗഹീദ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിലേക്ക് നീ നിന്റെ ഇളയ തബൂക്ക് ദാരിമി പോയ റൂട്ടു, നിന്റെ ഉമ്മ പോയ മൂസ, നിന്റെ ഉമ്മ പോയ റൂട്ടു, നിന്റെ ബാപ്പ പോയ റൂട്ട് മൂസ, നിന്റെ ഇളയന്മാർ അടിവറപ്പിച്ചു നിന്ന റൂട്ട്, നിന്റെ മൂത്തവും മുഞ്ഞാന്ന് മെരിച്ച മൂത്തവും പോയ റൂട്ട്, അതാണ് യഥാർത്ഥമായ തൗഹീദ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതിലേക്ക് നീ ഷഹാദത്ത് കലിമയോടെ മൂസ മടങ്ങ്. ഇൻഷാ അല്ലാ 26-ാം താരീഖിന് മുടിപ്പിൽ നടക്കുന്ന മഹത്തായ മുഖാമുഖത്തിലേക്ക് നിന്നെയും നിന്റെ കുഞ്ഞാടുകളെ എല്ലാരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു സർവ്വ സലഫിമാർക്കും.